ബ്രൂവറിയിൽ CPM-ഉം ഘടകകക്ഷികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുന്നു. തെറ്റായ നയങ്ങളെ കണ്ണുമടച്ച് പിന്തുണയ്ക്കേണ്ടെന്ന നിലപാടിൽ ഉറച്ച് CPI-യും RJD-യും ഇടതുമുന്നണിയേക്കാളും സർക്കാർ ബ്രൂവറിക്ക് പ്രാധാന്യം നൽകുന്നുവെന്നും കുറ്റപ്പെടുത്തൽ. അതേസമയം ചെറുകക്ഷികളുടെ എതിർപ്പ് ഗൗരവമായി കാണേണ്ടതില്ലെന്ന നിലപാടിലാണ് CPM. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ ബ്രൂവറി നിലപാടുമായി മുന്നോട്ടു പോകും എന്ന് പറഞ്ഞത് കണ്ടതാണ്. എന്തായാലും ഈ ഘടകകക്ഷികളുടെ എതിർപ്പെല്ലാം മറികടന്നുകൊണ്ട് CPM ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ MV ഗോവിന്ദൻ അവിടെ പറഞ്ഞു വെക്കുന്നത് സർക്കാർ തീരുമാനമാണ്, അതുകൊണ്ട് സർക്കാർ തീരുമാനം മുന്നോട്ട് തന്നെ പോകും എന്നുള്ളതാണ്. എന്തായാലും ഈ ഘടകകക്ഷികളുടെ എതിർപ്പ് അവഗണിച്ചും ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം CPM-നെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? അങ്ങനെ തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും. കാരണം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പ്രയോഗിച്ച ചില വാക്കുകളുണ്ട്. ഇപ്പോൾ RJD അല്ല ആര് പറഞ്ഞാലും ബ്രൂവറിയിൽ തീരുമാനം അത് സർക്കാരിൻ്റെതാണ്, ആ തീരുമാനം നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ചകളൊക്കെ ചെയ്യും, പക്ഷേ ഒരു കാരണവശാലും ബ്രൂവറി പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള കാര്യവും MV ഗോവിന്ദൻ ഒരു സംശയത്തിനിടയില്ലാത്ത വിധം അത് ഉറപ്പിച്ചു പറയുന്നുണ്ട്. അപ്പോഴും ഈ RJD അല്ല ആര് പറഞ്ഞാലും കാര്യമില്ല എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഈ ചെറുകക്ഷികളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടതില്ല എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മർദ്ദ തന്ത്രങ്ങളെ കാര്യമായി പരിഗണിക്കേണ്ടതില്ല എന്നുള്ള CPM-ന്റെ നിലപാട് കൂടിയാണ് അതിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും 19-നാണ് LDF യോഗം ചേരുന്നത്. അതിന് മുൻപ് തന്നെ മുന്നണിയിൽ ഈ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ കൂടുതൽ മൂർച്ഛിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടി വരുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ബ്രൂവറിയുമായി ബന്ധപ്പെട്ട CPM വലിയ പ്രതിരോധത്തിലാണ്. CPM-നെ പ്രതിരോധത്തിലാക്കുന്നത് ഒന്ന് പ്രതിപക്ഷമാണെങ്കിൽ രണ്ടാമത്തത് അത് മുന്നണിക്കുള്ളിൽ തന്നെയുള്ള പാർട്ടികളാണ്. പ്രത്യേകിച്ച് CPI-യും RJD-യും JDS പോലെയുള്ള സംഘടനകൾ ബ്രൂവറി വിഷയത്തിൽ കർശനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. CPI ഈ വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എതിർപ്പിലേക്ക് അവർ പോകുന്നു. RJD ഈ വിഷയം എന്തുകൊണ്ട് LDF ചർച്ച ചെയ്തില്ല എന്നുള്ള ചോദ്യം ഉയർത്തുന്നു. JDS ആകട്ടെ ഇത്തരമൊരു തീരുമാനം വന്നിട്ട് അത് അറിയിക്കാത്ത മന്ത്രിയെ, പാർട്ടി അറിയിക്കാത്ത മന്ത്രിയെ പുറത്താക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. RJD-യുടെയൊക്കെ ജില്ലാ ഘടകങ്ങൾ പോലും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ രീതിയിൽ ഭരണകക്ഷിയിലെ ഘടകകക്ഷികൾ തന്നെ ഈ പറയുന്ന രീതിയിൽ ബ്രൂവറി തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നതോടുകൂടി പ്രതിപക്ഷവും അത് ആയുധമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ സർക്കാരിനെ പൂർണ്ണമായും പ്രതിപക്ഷത്തെക്കാളും പ്രതിരോധത്തിലാക്കിയത് LDF-ലെ തന്നെ ഘടകകക്ഷികളുടെ നിലപാടുകളാണെന്ന് പറയാം. ഇതിൽ CPM-ന് വലിയ പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് ഈ ചെറു പാർട്ടികളൊക്കെ CPM-നെ ഈ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുകയും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് CPM-ന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വികാരം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല. ഇനി ബ്രൂവറി വിഷയത്തിൽ ആരെങ്കിലും മുന്നണി വിടുന്നുണ്ടെങ്കിൽ അവർ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിലുള്ളൊരു സമീപനവും CPM-നുള്ളിൽ രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായവും ശക്തമാകുന്നുണ്ട്. ഈ അഭിപ്രായത്തിൻ്റെ ഒരു പ്രകടനം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പരാമർശങ്ങൾ എന്നുള്ളത്. കാരണം ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികൾക്ക് വലിയ എതിർപ്പുള്ള ഒരു സാഹചര്യമൊക്കെ പുറത്തു വന്നപ്പോൾ ഒന്ന് മയപ്പെടുത്തുന്ന സമീപനമായിരുന്നു LDF കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണൻ സ്വീകരിച്ചത്. പക്ഷേ MV ഗോവിന്ദനാകട്ടെ കുറച്ചുകൂടി പരുഷമായ രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഈ പറയുന്ന അഭിപ്രായങ്ങളെ ഒന്നും വകവെക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വ്യക്തമായിരുന്നു. അതേസമയം തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നിലവിൽ RJD-യും JDS-ഉം CPI-യും ഒക്കെ കരുതുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. കാരണം സർക്കാർ എടുക്കുന്ന തെറ്റായ നയ തീരുമാനങ്ങളെ അത് അങ്ങനെ അങ്ങ് അംഗീകരിക്കേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ ഈ പാർട്ടികളുടെ പ്രധാന നേതാക്കന്മാരൊക്കെ വെച്ച് പുലർത്തുന്ന ഒരു ആശയം. കാരണം ഈ സംഘടനകളുടെയൊക്കെ കീഴ്ഘടകങ്ങളിൽ നിന്നൊക്കെ വലിയ സമ്മർദ്ദം നേതാക്കൾക്ക് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, കിഫ്ബി ടോളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അതോടൊപ്പം ഈ അടുത്ത് ഏറ്റവും പുതിയതായി ഘടകകക്ഷികൾ എതിർപ്പുയർത്തിയ സ്വകാര്യ സർവകലാശാലയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിലൊക്കെ ഏകപക്ഷീയമായ തീരുമാനങ്ങളുമായി CPM മുന്നോട്ട് പോകുമ്പോൾ മുന്നണിയിൽ കൃത്യമായി ചർച്ച ചെയ്തത് നടപ്പിലാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ അങ്ങ് വഴങ്ങി കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. കാരണം താഴെ തട്ടിൽ തങ്ങൾക്കും പ്രവർത്തകരുണ്ട്, അവർ ജനങ്ങളുമായി ഇടപഴകുന്നവരാണ്, അവർക്കും ഈ വിഷയങ്ങളൊക്കെ ന്യായീകരിക്കേണ്ടി വരുന്നുണ്ട്. തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ വിവാദമാകുന്ന നയങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതൊന്നും മുൻകൂട്ടി അറിയാൻ കഴിയാത്തൊരു സാഹചര്യം പാർട്ടികൾക്കുണ്ട്, ഈ പറയുന്ന ഘടകകക്ഷികൾക്കുണ്ട്. തങ്ങൾ ചെറിയ പാർട്ടികളാണെങ്കിലും തങ്ങൾക്കും അത്യാവശ്യത്തിന് വോട്ട് ബാങ്കും ഒക്കെ ഉള്ളവരാണ് എന്നുള്ള സമീപനം അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ ഒരു അവസാന തീരുമാനം അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് 19-ന് ചേരുന്ന LDF യോഗത്തിലാണ്. ഈ LDF യോഗത്തിൽ ഘടകകക്ഷികൾ ഇതേ ചൂടോടുകൂടി അല്ലെങ്കിൽ ഇതേ വാശിയോടുകൂടി വിഷയങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ വിശദീകരിക്കാൻ മുഖ്യമന്ത്രിയും
CPM ഒക്കെ കുറച്ച് വിയർക്കും. അതേസമയം ഈ പറയുന്ന ഈ കക്ഷികളുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുന്നില്ല എന്നുള്ളൊരു സമീപനമാണ് CPM സ്വീകരിക്കുന്നതെങ്കിൽ അതൊരു പക്ഷേ ഈ ഇടതുമുന്നണി യോഗത്തിൽ തന്നെ ഒരു പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഒരു പക്ഷേ ചില കക്ഷികളെങ്കിലും ഇടതുമുന്നണി വിട്ടുപോകുന്ന സാഹചര്യവും ഒരു പക്ഷേ സൃഷ്ടിക്കപ്പെട്ടേക്കാം. അതെ, ശരി പ്രജിത്ത്. എന്തായാലും മുന്നണി മര്യാദ എന്നൊന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇടതുമുന്നണി പോകേണ്ടത്. അവിടെ CPM ആധിപത്യം കാണിക്കുന്നു. ആധിപത്യം മാത്രമല്ല, ഒരല്പം ധാർഷ്ട്യ മനോഭാവം കൂടി ഈ ബ്രൂവറി വിഷയത്തിൽ വച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ്റെ വാക്കുകളിലൂടെ വ്യക്തമായത്.